സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വന്നു. ആകെ 910 പേര് മെയിൻ ലിസ്റ്റിനകത്തുണ്ട്. ആ റാങ്ക് ലിസ്റ്റിന്റെ 15% ഒരു ഫേമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതായത് ഏതാണ്ട് 130 കുട്ടികൾ സൂപ്പർ നോട്ട്സിന്റെ ആ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട്. അത് ഓരോന്നായിട്ട് ഞങ്ങളുടെ ചാനലിൽ ആ പോസ്റ്റർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അതിന്റെ വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും അതിന്റെ സന്തോഷം, നമ്മൾ തുടങ്ങിയ സമയത്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മുടെ ബാച്ചുകളിൽ 500 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ആ 500 കുട്ടികളിലാണ് ഞങ്ങൾക്ക് ഇത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ ഫേമുകൾ 30,000 35,000 കുട്ടികൾ ഒരു ബാച്ചിനകത്ത് കയറി. അവിടെ അവരുടെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അത്ര റിസൾട്ട് മറ്റൊരു ഫേമിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് ഇത്രമാത്രം ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അത് സൂപ്പർ നോട്ട്സിന്റെ ടീമിന്റെ ഏറ്റവും വലിയ എഫേർട്ടിന് ഉദാഹരണമാണ്. അതിനേക്കാളും എല്ലാം ഉപരി ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങളിലേക്ക് വന്ന ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ അവരുടെ ഒരു എഫേർട്ടും കൂടെയാണ് ഇത്രമാത്രം റിസൾട്ട് ഉണ്ടാവാൻ കാരണം. ഒരു PSC സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ജേണി, ഈ ഒരു റിസൾട്ട് വന്ന് നിൽക്കുമ്പോഴുള്ള ജേണി നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായി, അതായത് ഈ ഒരു മേഖലയിൽ നിലവിലില്ലാത്ത ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് പ്രോപ്പറായിട്ട് എത്താൻ പറ്റുക എന്ന് മനസ്സിലാക്കി ആ കുട്ടികൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ബാച്ചുകളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടികളുടെ സമയത്തിനൊരു വാല്യൂ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അത് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആവാതെ ഒരു കുട്ടിക്ക് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഒന്നും പോകാതെ പ്യുവറായിട്ട് ടോപ്പിക് ക്ലാസ്സുകൾ തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ വാശി പിടിച്ചത്. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ലൈവായിട്ട് അവർക്ക് അധ്യാപകർ തന്നെ നേരിട്ട് നൽകണമെന്ന് വാശി പിടിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ റിസൾട്ടിലേക്ക് അവരെത്തുമ്പോൾ ഈ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. അതിലൊരുപാട് സന്തോഷം, അതിലൊരുപാട് അഭിമാനം ഞങ്ങൾക്ക് ഈ സമയത്തുണ്ട്. സൂപ്പർ നോട്ട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മൾ ഓരോ ബാച്ചിലും പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഒരു കുട്ടിയുടെ സമയം അത്രമാത്രം വലുതാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഒരു കുട്ടി ഒരു ഓൺലൈൻ ബാച്ചിലേക്ക് ചൂസ് ചെയ്യുന്നത്. അവൻ്റെ ആ ഉള്ള സമയത്തെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് എവിടെയാണ് ഒരു കുട്ടിയുടെ സമയം പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ഒരു കുട്ടി 1 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ട് നോട്ട് എഴുതാൻ നിന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും എടുത്താലേ അവനെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഒന്നാമത്തെ ന്യൂനത നമ്മൾ കണ്ടെത്തി, അതിനെ നമ്മൾ ഫിൽ ചെയ്തു, ഒരു കുട്ടിയുടെ സമയത്തെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവാക്കി. രണ്ടാമത് മനസ്സിലാക്കിയത്, എല്ലാ കുട്ടികളും കുറേ ക്ലാസ് മാത്രം കണ്ടു, കുറേ ക്ലാസ് മാത്രം അവിടെ നിന്നും ഇവിടെ നിന്നും ബാക്കി എല്ലാം കണ്ട് ഒരു എക്സാമിന് എഴുതാൻ പോകുമ്പോൾ ആ കുട്ടിക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ്റെ ഒരു അനുഭവമോ ബാക്കിയൊന്നും കാണത്തില്ല. അവിടെ പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാര്യം പുള്ളി ക്ലാസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു എക്സാമിന് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അങ്ങനെ ഒന്നും ചെയ്ത് കാണത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തെ പോയിന്റ് അവിടെയാണ് നടക്കുന്നത്. അതിനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഓരോ ബാച്ചിലും 60+ അവേഴ്സിൻ്റെ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ കൃത്യമായിട്ട് എൻഷുർ ചെയ്യാൻ തുടങ്ങി. ഇത് സൂപ്പർ നോട്ട്സിൻ്റെ രണ്ടാമത്തെ വിജയമാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കി, ഒരു കുട്ടി ഓൺലൈൻ ബാച്ചിൽ ഇപ്പോൾ ഒരു 500 പേര് ഒരു ബാച്ചിനകത്ത് ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ 250 പേര് ബാച്ച് ഒരു പിള്ളേർ ഒരു ബാച്ചിനകത്ത് ജോയിൻ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം അവർക്ക് നല്ല ആവേശം കാണും. ഒക്കെ എനിക്ക് പഠിക്കണം, ജോലി മേടിക്കണം, ആ ആവേശവും ബാക്കിയെല്ലാം കാണും. പക്ഷേ ഇത് പതുക്കെ അവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അവൻ ഒരാഴ്ച കഴിയുമ്പോൾ പതുക്കെ ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഓക്കെ, മൂന്നാമത് ആ പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യണം. അതിന് നമ്മൾ കൊണ്ടുവന്നു എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ലൈവായിട്ടുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ. ആ മോട്ടിവേഷൻ സെഷൻ്റെ ലക്ഷ്യം ഇതാണ്: എടാ, എന്താണ് നിന്റെ നീഡ്, നീ എന്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി, എന്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു, അത് ഒരു നിമിഷത്തിൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒന്നാണ്. അപ്പോൾ മൂന്നാമത് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റി. ഈ 3 കാര്യങ്ങൾ ഞങ്ങളുടെ റിസൾട്ടിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഫാക്ടേഴ്സാണ്. ഇനി ഇതും പോരാഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒന്ന് നോക്കിയാൽ, അതായത് ഒരു ആസ്പിരൻറ്റിനെ പോലെ ഒരു കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ പല സ്ഥാപനങ്ങളിലും അതുണ്ടായിരുന്നത് പൈസ വാങ്ങുക, അഡ്മിഷൻ എടുക്കുക, അതിനുശേഷം അവർക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നോട്ടുകൾ അവർക്ക് പോകുന്നുണ്ടോ, എക്സാംസ് പോകുന്നുണ്ടോ, കുട്ടികളുടെ ആവശ്യം എന്താണ്, ഇതൊന്നും കേൾക്കാനായിട്ട് ഒരാളില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അവിടെയാണ് സൂപ്പർ നോട്ട്സ് ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നത്. ഈ മെൻറ്റർഷിപ്പാണ് ആക്ച്വലി കുട്ടികൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ, അവരുടെ പ്രിപ്പറേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ഈ ഒരു പ്രിപ്പറേഷൻ നിലനിന്ന് പോകാനായിക്കോട്ടെ, ഇതിനകത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയത് ഈ മെൻറ്റർഷിപ്പാണ്. അതിനുവേണ്ടി ഓരോ ബാച്ചിനും നമ്മൾ ഓരോ മെൻറ്റേഴ്സിനെ അസൈൻ ചെയ്തു.
ഇത് പോരാഞ്ഞിട്ട് എൻ്റെയും മൗൽ സാറിൻ്റെയും ഒക്കെ നമ്പേഴ്സ് എല്ലാ സ്റ്റുഡൻസിൻ്റെ കയ്യിലുമുണ്ട്, ഇന്നും അവരുടെ കയ്യിലുണ്ട്. ഈ റിസൾട്ട് വരുമ്പോൾ അവർ നമ്മളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു അടുപ്പം നമുക്ക് അവരോട് ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ എക്സാംസിൽ ഈ ഒരു ജേർണി മുഴുവനും അവസാനം ഇൻ്റർവ്യൂ വരെയുള്ള സമയം വരെ അവർക്ക് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ പറ്റി. ആ കൺസിസ്റ്റൻസി തന്നെയാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പം മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനമാണ്. അതിനിടുന്ന എഫോർട്ട് തീർച്ചയായിട്ടും ഒരു റിട്ടേൺ അവർക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അവരോടൊപ്പം നിൽക്കാൻ, അവരുടെ സങ്കടം കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ, അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു അധ്യാപകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെയൊക്കെ അവരോടൊപ്പം നിൽക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചത്. ഞങ്ങളുടെ മെൻറ്റർഷിപ്പ് കൊണ്ട് അവർക്ക് വിജയം നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ബാച്ച് RRB JEE ബാച്ചാണ്. RRB JEE ഞങ്ങളുടെ റിസൾട്ട് 55-ലധികം കുട്ടികളാണ് ഇപ്പോൾ സെലക്ഷൻ കിട്ടിയത്, അവർ ജോലിയിലേക്ക് കയറിയത്. അപ്പോൾ കേരളത്തിൽ ഈ 55 കുട്ടികൾക്ക് RRB JEE സെലക്ഷൻ കിട്ടുക അത് സൂപ്പർ നോട്ട്സിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കും. ഞങ്ങളായിരിക്കും ഇത്രയും അധികം റിസൾട്ട് കൊണ്ടുവന്നത്. അതിൽ അവർ എഫേർട്ട് വളരെ വലുതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് ദേവസ്വം ബോർഡ് എക്സാംസ് വന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് LE ഫസ്റ്റ് നടന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിൽ റിസൾട്ട് വരുമ്പോഴും അവിടെ സൂപ്പർ നോട്ട്സിൻ്റെ കുട്ടികളായിരിക്കും ഏറ്റവും ആദ്യം വരാൻ പോകുന്നത്. അതേപോലെ ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് വരാൻ പോകുന്നു, NTPC റിസൾട്ട് വരാൻ പോകുന്നത്, CPOയുടെ റിസൾട്ട് വന്നു. 2ാം റാങ്ക് അടക്കം 25-ലധികം കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ ആ റിസൾട്ടിനകത്തുണ്ട്. അപ്പോൾ അവിടെ ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങളുടെ ബാച്ചസാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാച്ചസ് ആകുമ്പോൾ CPUലൊക്കെ ആണെങ്കിൽ ഒരു 150 കുട്ടികളാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 150 കുട്ടികളിലാണ് ഞങ്ങൾക്ക് ഇത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അല്ലാതെ 1000 പേരോ 2000 പേരോ 3000 പേരിലോ അല്ല, പക്ഷേ ഇത്രയും ചെറിയ കുട്ടികളിൽ ഞങ്ങൾക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കമ്പനി ബോർഡ് ഓഫ് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ May 2 ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നു. കമ്പനി ബോർഡ് ഓഫ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇന്ന് സൂപ്പർ നോട്ട്സ് വലിയൊരു ഫേമാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 3000-ലധികം കുട്ടികൾ ഡിഗ്രി പ്രിലിംസിനായിട്ട് ഇവിടെ സൂപ്പർ നോട്ട്സിലുണ്ട്. ഉറപ്പാണ് അവിടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഞങ്ങളുടെ കുട്ടികളായിരിക്കും അവിടെ കത്തിക്കാൻ പോകുന്നത്. അതെങ്ങനെ മുൻകൂട്ടി പറയുന്നു എന്ന് ചോദിച്ചാൽ അത് മാജിക് ഒന്നുമില്ല, അത്രമാത്രം എഫേർട്ട് ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ കുട്ടികളെല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മെയിൻ ബാച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ എല്ലാ ബാച്ചസ് നോക്കുകയാണെങ്കിൽ അവിടെ മെയിൻ ക്ലാസ്സസ് മുഴുവനും പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കുട്ടിക്ക് അവസാനം റിവിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ആ കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 50 ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ് വേറെ പോയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മീൻസ് 2021 മുതൽ 2025 വരെ 13 ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം നടന്നു. അതിനകത്ത് റിപ്പീറ്റ് ചെയ്തേക്കുന്ന 50 ടോപ്പിക്കുകളാണ്. ആ 50 ടോപ്പിക്കുകളുടെ റിവിഷൻ ക്ലാസ്, റിവിഷൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും വായിച്ചിട്ട് പോകേണ്ട ഈ 50 ടോപ്പിക്കുകളുടെ മിനിയേച്ചർ ആയിട്ടുള്ള റിവിഷൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാലോചിക്കും 3 ഫേമുകളിലായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് 3 സ്ട്രക്ചർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മെയിൻ ക്ലാസ്, ദെൻ ഹോട്ട് ടോപ്പിക്സ്, ദെൻ അതിൻ്റെ നോട്ട്സ്, പിന്നെ ഒന്ന് ഇത് ഏറ്റവും അവസാനം പോകാനായിട്ട് റിവിഷൻ നോട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഒരു ടെസ്റ്റ് പാക്ക് സൂപ്പർ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, ദേവസ്വം ആയിക്കോട്ടെ, അത് ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഫ്രീ ആയിരിക്കും. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് കാശ് മാത്രമല്ല, മറിച്ച് ഒരു കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ, അവൻ്റെ റിസൾട്ടിലേക്ക് അവനെ എങ്ങനെയൊക്കെ നയിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു റിസൾട്ട് വരുമ്പോൾ, എല്ലാ എക്സാംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവിടെ സൂപ്പർ നോട്ട്സ് ആയിരിക്കണം മൊത്തം ആദ്യം നിൽക്കേണ്ട. ഇതാണ് ഞങ്ങളുടെ വിഷൻ. ഞങ്ങൾക്ക് മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു പ്രചോദനം മാത്രമാണ്. ഇവിടെ റിസൾട്ടുകളൊന്നും അവസാനിക്കുകയല്ല. അതായത് മുമ്പേ നമ്മൾ കേൾക്കും പോലെ ആദ്യം RRB JEE റാങ്ക് ലിസ്റ്റ് വന്നു. അതിൽ വലിയൊരു അത്ഭുതം നമുക്ക് കാണിക്കാൻ പറ്റി. നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ 55-ലധികം കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി. സെക്രട്ടേറിയറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. 130-ലധികം കുട്ടികൾക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നു. ജോലി നേടാൻ പറ്റുന്ന പൊസിഷനിലേക്ക് ഒരുപാട് കുട്ടികൾ വരുന്നു. CPO സിവിൽ പോലീസ് ഓഫീസറുടെ റാങ്ക് ലിസ്റ്റ് വന്നു. 2ാം റാങ്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് റാങ്കുകൾ അവിടെയും നമുക്ക് നേടാൻ കഴിഞ്ഞു. ഇനിയും ഗ്രൂപ്പ് ഡിയുടെ റാങ്ക് ലിസ്റ്റ് വരാനിരിക്കുകയാണ്. NTPCയുടെ റാങ്ക് ലിസ്റ്റ് വരാനിരിക്കുകയാണ്. ദേവസ്വം പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റുകൾ വരാനിരിക്കുകയാണ്. ഇതിലൊക്കെ സൂപ്പർ നോട്ട്സിൻ്റെ കുട്ടികൾ ഓൾറെഡി നമ്മൾ ഇത്ര റാങ്കുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നതിന് ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇപ്പോഴും ഈ നിമിഷവും ഡിഗ്രി പ്രിലിംസിന് മുന്നോടിയായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും റിവിഷൻ നമ്മുടെ ബാച്ചുകളിൽ പോവുകയാണ്. അത് 2 മണിക്കൂറോളം ലെങ്ത് വരുന്ന ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫുൾ ഒരു സബ്ജക്റ്റിൻ്റെ റിവിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരു മാർക്ക് പോലും അവർക്ക് പോകരുത് എന്നുള്ളൊരു വാശി സൂപ്പർ നോട്ട്സിനുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് ടെസ്റ്റ് ബാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമുകൾ അവർക്ക് ചെയ്ത് നോക്കാൻ, അവരുടെ സമയത്തെ മാനേജ് ചെയ്യാൻ, ദെൻ ഇതിനോടൊപ്പം മെൻറ്റർഷിപ്പും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം
ഒരു സ്റ്റുഡൻറ്റ് സൂപ്പർ നോട്ട്സിലേക്ക് വന്നാൽ ആ സ്റ്റുഡൻറ്റിന് റിസൾട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ പണിയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ടീം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടീം തന്നെയാണ് സൂപ്പർ നോട്ട്സിൻ്റെ ആത്മവിശ്വാസം. ഇതൊരിക്കലും എന്നിലൂടെ മാത്രമോ അമൽ സാറിലൂടെ മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ മാത്രമോ നടക്കുന്ന കാര്യമല്ല. ഇതൊരു പ്രോസസ്സാണ്, ഒരു ടീം വർക്കാണ്. നമ്മൾ സൂപ്പർ നോട്ട്സിലുള്ള ഓരോ ആളുകളെയും നമ്മൾ അത്രയും ആത്മാർത്ഥമായി കൂടെ നിർത്തുന്നുണ്ട്. അവർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നതെന്നാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത്. സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 വർഷമാണ്. ഈ 1.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രമാത്രം ഇവിടെ എത്താൻ പറ്റും. ഇത്രയും റിസൾട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ പുറകിലെല്ലാം എന്താണ് കാരണമെന്ന് വെച്ചാൽ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ്. നിങ്ങൾ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തു. ആ ട്രസ്റ്റ് മാക്സിമം നിങ്ങൾക്ക് തിരിച്ചു തരണം. നിങ്ങളുടെ റിസൾട്ടിലൂടെ നമുക്ക് തിരിച്ചു തരണം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. സൂപ്പർ നോട്ട്സിലേക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് ഞാനിനി ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണോ, ഇപ്പോൾ LDC എക്സാം വരുന്നു, അങ്ങനെ കുറേ അധികം എക്സാമുകൾ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ ഞാനിനി ഒരിടത്ത് ജോയിൻ ചെയ്താൽ എൻ്റെ കാശ് നഷ്ടമാകുമോ, ഞാൻ ഒരിടത്ത് ജോയിൻ ചെയ്യണോ, സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരിപ്പുണ്ട് എങ്കിൽ നിങ്ങൾ സൂപ്പർ നോട്ട്സിൽ നേരിട്ട് ജോയിൻ ചെയ്യണമെന്നല്ല. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, സൂപ്പർ നോട്ട്സിൻ്റെ ഏതെങ്കിലും ഒരു ബാച്ചിൻ്റെ ഭാഗമാകുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഇവിടെ ഇടാൻ പോകുന്ന ഓരോ രൂപയ്ക്കും ഞങ്ങളിവിടെ വാല്യൂ കൽപ്പിക്കും. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഞങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യും. അതിനുവേണ്ടി ഇവിടെ ഒരു സിസ്റ്റം തന്നെയുണ്ട്. നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഗൂഗിൾ ഫോം കിട്ടും. അതിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കേൾക്കും. എന്തു മാറ്റമാണോ വരുത്തേണ്ടത് ഞങ്ങളത് വരുത്തും. അതിപ്പോൾ നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ ആ അധ്യാപകരെ ഒരു ദാക്ഷിണ്യം കൂടാതെ മാറ്റുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ പല ആളുകൾ പോരായെന്നുണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ടുണ്ട്. പുതിയ ഏറ്റവും മികച്ച വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും റിസർച്ചിൻ്റെ നോട്ടിലാണ് എങ്കിൽ അല്ലെങ്കിൽ എക്സാമിലാണ് എങ്കിൽ എവിടെയാണോ ഒരു പോരായ്മ അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് കൃത്യമായി കേൾക്കുന്ന ഒരു ടീം നിങ്ങളുടെ പുറകിലുണ്ടായിരിക്കും. അതായത് നിങ്ങൾ തരുന്ന ഓരോ രൂപയ്ക്കും ഞങ്ങൾ കൃത്യമായി വിലയിടുന്നുണ്ട്, കൃത്യമായി വാല്യൂ ഇടുന്നുണ്ട്. ആ ഒരു ഉറപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. സൂപ്പർ നോട്ട്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഇരു കൈ നീട്ടി സ്വാഗതം ചെയ്യുകയാണ്. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം, റിസൾട്ട് വാങ്ങി തിരികെ പോകാം.